തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കബാലി. 1 മണിക്കൂറാണ് ആനമല റോഡിൽ കാട്ടാന പരിഭ്രാന്തി പരത്തിയത്. നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും വഴിയിൽ കുടുങ്ങി. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, കാട്ടാനയെ തുരത്തിയോ? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, തുടർച്ചയായി ആനമല റോഡിൽ കബാലി ഈ പരിഭ്രാന്തി പരത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയാണ് ഇന്നലെയും ഇത്തരത്തിൽ സമാനമായ ഒരു സാഹചര്യം ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. അടിച്ചിൽത്തൊട്ടി കോളനിയിൽ നിന്ന് രോഗികളുമായി പോയ ആംബുലൻസ് തിരിച്ച് മടങ്ങി വരുന്നതിനിടയിലാണ് കബാലി തടഞ്ഞിട്ടത്. 1 മണിക്കൂർ നേരം ഈ കബാലി ആംബുലൻസ് തടഞ്ഞിട്ടു. അതിനിടയിൽ ഈ ആംബുലൻസിന് നേരെ ആന പാഞ്ഞെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ സമയം തന്നെ എതിർദിശയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന ഒരു കാറും വരുന്നുണ്ട്. പിന്നീട് ആന ആ കാറിന് നേരെ പാഞ്ഞെടുക്കുന്നു. ഇതോടുകൂടി ഈ കാറ് പുറകോട്ടെടുത്താണ് ഈ വിനോദസഞ്ചാരികൾ അടക്കം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ തുടർച്ചയായി ഈ മേഖലയിൽ ഈ കബാലി ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും എല്ലാം പതിവായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ തുടർ ദിവസങ്ങളിൽ ഇത്തരം വാർത്തകളാണ് വന്നത്. അതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ ഈ ആംബുലൻസ് തന്നെ കബാലി തടയുന്ന ഒരു സാഹചര്യമുണ്ടായത്. പ്രത്യേകിച്ച് ഈ അടിച്ചിത്തൊട്ടി കോളനിയിൽ നിന്നെല്ലാം രോഗികളെ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ്. കഴിഞ്ഞ ദിവസവും ആനാക്രമണത്തിൽ പരിക്കേറ്റ ഒരു രോഗിയുമായി പോയ ആംബുലൻസ് 1 മണിക്കൂറിലധികം നേരം തടഞ്ഞിട്ടിരുന്നു. ഇന്നലെയും സമാനമായ ഒരു സാഹചര്യമായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിന്നീട് ആനയെ തുരത്തിയ ശേഷമാണ് ഈ മേഖലയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. തുടർച്ചയായി ഈ കബാലി എന്ന ഒറ്റയാൻ കാരണം ഈ റോഡിൽ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വേണു, സൂരജ് സജി തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഈ കബാലി ആംബുലൻസിന് നേരെയാണ് പാഞ്ഞെടുത്തത്. 1 മണിക്കൂറാണ് ആന അവിടെ പരിഭ്രാന്തി പരത്തിയത്. ആംബുലൻസ് ഡ്രൈവറുടെ പ്രതികരണത്തിലേക്ക്. ഇന്നലെ ഒരു 1:45, 2 മണിയോടുകൂടി ചാലക്കുടിയിൽ നിന്ന് പോരുന്ന ഞാൻ വണ്ടി കൊണ്ട് അടിച്ചിത്തൊട്ടി കോളനിയിലെ 2 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവരെ ഹോസ്പിറ്റലിലാക്കിയിട്ട് റിട്ടേൺ അടിച്ചിത്തൊട്ടി കൊണ്ട് അവരെ കോളനിയിലാക്കിയിട്ട് തിരിച്ച് മലക്കപ്പാറയ്ക്ക് വരുന്ന വഴിക്കാണ് കബാലി തടഞ്ഞത്. ഒരു 4:30 ആ സമയമായിട്ടുണ്ട്. 1 മണിക്കൂറോളം എന്നെ തടഞ്ഞിട്ടു. എൻ്റെ പുറകിലും ഓപ്പോസിറ്റൊക്കെ ആയിട്ട് കുറേ വണ്ടികളുണ്ടായിരുന്നു. ടൂറിസ്റ്റ് വണ്ടികളുണ്ടായിരുന്നു, ചീനിക്കാസിൻ്റെ കുട്ടി ബസ് ഉണ്ടായിരുന്നു.